ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കറുമുറയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇതുണ്ടാക്കിയിട്ട് ഒരു മാസത്തോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. പച്ചരി നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി കുതിർത്തെടുക്കാം. പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം മതി. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുതിർന്ന് വന്ന പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരി അരച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ 1 കപ്പ് തന്നെ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് 2 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത മുട്ട ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ആദ്യം അരി അരച്ചത് ചേർത്ത് കൊടുത്ത പാട് മുട്ടയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓവറായിട്ട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇത് ഈ ഒരു ടെക്സ്ചറിലായിട്ട് നമുക്ക് കിട്ടണം, അധികം ലൂസായി പോകരുത്. ഇതിപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറായിട്ട് തന്നെ നമുക്ക് കിട്ടണം, അധികം ലൂസാവാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് ഒന്ന് ചൂടാകാൻ വെക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇതുപോലെ ഹോളുള്ള അരിപ്പ പാത്രമോ അരിപ്പ തവിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ആ പാത്രം ഇതുപോലെ ചൂടായ എണ്ണയുടെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ അരിപ്പയിലേക്ക് ഇതുപോലെ മാവൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഹോൾസിലൂടെ മാവ് വീണ് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഈ സമയത്ത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് 1 മാസത്തോളം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 1 മാസത്തോളം കേടാവാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.